PS അച്യുതാനന്ദൻ എന്ന സമര നായകൻ വിട പറയുമ്പോൾ വലിയ നഷ്ടം അനുഭവിക്കുകയാണ്, വലിയ ശൂന്യത അനുഭവിക്കുകയാണ് കേരള ഒന്നാകെ എന്നുള്ളത് കൂടിയാണ്. ഒഴുകിയെത്തുന്ന ജനസഹസ്രങ്ങൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും വിപ്ലവാഭിവാദ്യം അർപ്പിക്കാനും തിരക്ക് കൂട്ടുന്ന കാഴ്ചകളാണ് ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതിന് സമാനമായ കാഴ്ചകൾക്ക് വേദിയാകാൻ ഒരുങ്ങുകയാണ് ദർബാർ ഹാൾ. 9 മണിയോടുകൂടെ തന്നെ അദ്ദേഹത്തെ ദർബാർ ഹാളിലേക്ക് എത്തിക്കും. അവിടെ കാത്തിരിക്കുന്ന ജനക്കൂട്ടത്തിന് അവസാനമായി യാത്രയയപ്പ് നൽകും. തുടർന്ന് അങ്ങോട്ട് വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് ഒരുപക്ഷെ ജനസഹസ്രങ്ങൾ അണിനിരക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിലാപയാത്ര കൂടിയാണ്. ഒരിക്കൽ കൂടി ആലപ്പുഴയുടെ മണ്ണിലേക്ക് അവസാനമായി PS അച്യുതാനന്ദൻ എത്തുകയാണ്. അവിടെ ഉദിച്ചുയർന്ന വിപ്ലവ നക്ഷത്രത്തിന് അവിടെ ഉചിതമായ അന്ത്യാഞ്ജലി ഒരുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും. ഒപ്പം തന്നെ അദ്ദേഹത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അദ്ദേഹം എന്ന 2 വാക്കുകൾ കൊണ്ട്, VS എന്ന 2 വാക്കുകൾ കൊണ്ട് ഒരു സമര പോരാട്ട വീര്യം തന്നെ മനസ്സിൽ ഓർത്തെടുക്കുന്ന സാധാരണക്കാരായ ആളുകൾ കൂടി അദ്ദേഹത്തിന് അവസാനമായൊരു യാത്രയയപ്പ് നൽകാൻ ഒത്തുചേരുകയാണ്. നമുക്കറിയാം, ഏറ്റവും പ്രബലനായ, ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രബലനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയാണ് വിടവാങ്ങുന്നത്. 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർത്തി നാഷണൽ കൗൺസിൽ യോഗത്തിൽ നിന്നിറങ്ങിപ്പോന്ന 32 പേരിൽ ജീവിച്ചിരിക്കുന്ന ഏക ആൾ കൂടിയാണ് VS അച്യുതാനന്ദൻ. പാർട്ടി വേദികളിലും ഒപ്പം തന്നെ പാർലമെന്ററി രംഗത്തുമെല്ലാം കർക്കശക്കാരനായ ഒരു നേതാവായി കൂടിയാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത്. സമരത്തീച്ചൂളയിൽ വാർത്തെടുത്ത ജീവിതം എന്നാണ് അച്യുതാനന്ദനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ സമരമുഖങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഇടപെടലുകളാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കിയത്. ഏറ്റവും പ്രധാനമായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടു. അഴിമതിക്കെതിരെ മുഖം നോക്കാതെ നിലപാടെടുത്ത ജനനായകനായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൂടിയാണ്. ഒപ്പം തന്നെ ഈ സമയമൊക്കെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മേൽക്കോയ്മ നിലനിർത്താനും ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. കേരള നിയമസഭ കണ്ട ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവ് എന്ന വിശേഷണം അർഹിക്കുന്നത് VS അച്യുതാനന്ദനല്ലാതെ മറ്റാരുമല്ല എന്നുള്ളത് കൂടിയാണ്. ഒരുപക്ഷെ സമര തീക്ഷ്ണമായ ജീവിതം, അതിന് അദ്ദേഹം കടപ്പെട്ടിരിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കർക്കശമായ പോരാട്ടങ്ങൾക്ക്, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾക്ക്, അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ അനുഭവങ്ങൾക്ക് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലമാണ്. വളരെ യാതനകൾ നിറഞ്ഞ, ദാരിദ്ര്യം നിറഞ്ഞ, 4-ാം വയസ്സിൽ അച്ഛനെയും 7-ാം വയസ്സിൽ 11-ാം വയസ്സിൽ അമ്മയെയും നഷ്ടപ്പെട്ട, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സംഭവവികാസങ്ങളുള്ള ഒരു ബാല്യം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ VS എന്ന വിപ്ലവ നായകനെ വാർത്തെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങൾ കൂടി അദ്ദേഹത്തിന് കരുത്തായിരുന്നിരിക്കാം. പുന്നപ്ര വയലാർ സമരകാലത്തൊക്കെ അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുക മാത്രമല്ല, ക്രൂരമായ മർദ്ദനത്തിനിരയാവുകയും കൂടെ ചെയ്തു. SRCPയുടെ പോലീസ് അദ്ദേഹത്തെ, ഒളിവിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തെ കണ്ടെത്തുകയും പിന്നീട് പോലീസ് ലോക്കപ്പിൽ അദ്ദേഹം നേരിട്ടത് അതിക്രൂരമായ പീഡനങ്ങൾക്കാണ്. ലോക്കപ്പിനകത്തുകൂടെ അദ്ദേഹത്തിൻ്റെ 2 കാലുകളും വലിച്ചെടുത്ത് ലാത്തി കൊണ്ടടിച്ചു. അദ്ദേഹത്തിനോട് പ്രധാനമായും ചോദിച്ചിരുന്നത് EMS എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അന്നൊന്നും അദ്ദേഹം വിട്ടു പറയാൻ തയ്യാറായിരുന്നില്ല. അവസാനം എല്ലാ മർദ്ദനങ്ങളും കൊടിയ പീഡനങ്ങളും ഏറ്റുവാങ്ങി കാലിൽ തോക്കിൻ്റെ ബയണറ്റ് കൊണ്ട് കുത്തിയ, കാൽ തുളച്ച ബയണറ്റ് പുറത്തു വന്നതൊക്കെ നമ്മൾ കേട്ട കഥകളാണ്. പിന്നീട് മരിച്ചെന്ന് കരുതി അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും പിന്നീട് പുനർജീവൻ നേടിയെന്ന പോലെയാണ് അദ്ദേഹം വീണ്ടും കരുത്തനായ ഒരു നേതാവായി സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിക്കണ്ടതാണ്. എന്തായാലും ആ സമര തീക്ഷ്ണത വളർത്തിയെടുത്ത ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. വളരെ കർക്കശമായ, പരുക്കനായ നേതാവെന്ന് തോന്നുമ്പോഴും ജനകീയ വിഷയങ്ങളിൽ സ്വയം ബോധ്യത്തിലൂന്നി നടത്തിയ പ്രവർത്തനം കൂടിയാണ് അദ്ദേഹത്തെ ജനസമ്മതനാക്കിയത്. പലപ്പോഴും ഈ കർക്കശത്തിനുള്ളിലെ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വപരമായ സമീപനങ്ങൾ നമ്മൾ കണ്ടു. പാർട്ടിയിലും വലിയ വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലായി അദ്ദേഹം നേരിടുന്നു. പാലക്കാട് സമ്മേളനത്തിലൊക്കെ, പ്രശസ്തമായ വെട്ടിനിരത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്തതാണ്. വളരെ കർക്കശമായ പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരെ ശക്തമായി നേരിടുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ പലപ്പോഴും വികസന വിരുദ്ധൻ എന്ന പേര് അദ്ദേഹം പലപ്പോഴും കേട്ടിരുന്നു എന്നുള്ളത് കൂടിയാണ്. പക്ഷേ മുഖ്യമന്ത്രിയായ അധികാരമേറ്റ ശേഷം VS എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. VS ആരാണെന്ന് കണ്ടതാണ്. VS ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് കണ്ടതാണ്. VS എന്ന 2 അക്ഷരം, അത് ജനങ്ങൾ ഉള്ളിടത്തോളം കാലം, കേരള ചരിത്രമുള്ളിടത്തോളം കാലം എന്നെന്നും ഓർമ്മിക്കപ്പെടും. സമരവൻപുകൊണ്ടും പതറാത്ത മനസ്സിലെ കനലുകൊണ്ടും നമ്മളൊന്നിച്ചാൽ നിലയ്ക്കാത്ത നിർത്താത്ത വർഗീയ ഭരണങ്ങളില്ല തന്നെ.
ഇവിടെയല്ലാത്തൊരു വഴിവിളക്കിന്നരുണ ശോഭ കാണാം. ഇരുളു നീങ്ങും ഭയമതകലെ മാറും ഇവിടെ വർഗസമരത്തിന്റെ ജ്വാല പടരും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.